ഹായ് മക്കളെ, ഇന്ന് ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ടാണ് വന്നിട്ടുള്ളത്. കല്യാണം. ആരുടെ കല്യാണം? നിങ്ങളെ കല്യാണം അല്ല, വേറെ ആരുടെയോ കല്യാണത്തിന് നമ്മൾ വരുന്നത്. യെസ്, ആ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്തിനാണ് ഞാൻ ഈ കഥ പറയുന്നതെന്ന് പറഞ്ഞുതരാം. അതായത് ഇന്നലത്തെ ഞാനിട്ട വീഡിയോൻ്റെ താഴെയൊക്കെ ഒത്തിരി കുട്ടികൾ കമൻറ്റ് ചെയ്യുന്നത്, സാറേ ഞാൻ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ പഠിച്ചതൊക്കെ മറന്നു പോകുന്നു സാറേ എന്നുള്ളത്. ഈ പ്രശ്നം നിങ്ങൾക്കുള്ളതാണെങ്കിൽ ഈ കല്യാണ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചതൊന്നും ഇനി മറക്കാതിരിക്കാനുള്ള ടെക്നിക്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, അവസാനം വരെ കാണുക. പിന്നെ ഇഷ്ടപ്പെട്ടിട്ട് എന്തായാലും നിങ്ങളെ ക്ലാസ് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ. കാരണം ഇത്രയും നല്ല കണ്ടന്റ് തന്നിട്ടും വിചാരിച്ചൊരു റെസ്പെക്റ്റ് ഞങ്ങൾക്ക് കിട്ടില്ല, റെസ്പെക്റ്റ് അല്ല, ഒരു റെക്കഗ്നീഷൻ ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്നാണ് എൻ്റെ ഒരു സ്വകാര്യ ദുഃഖം. അത് ശരിയാണെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ മാക്സിമം ക്ലാസ് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്ത് ഒന്ന് സ്റ്റാറ്റസ് ഒക്കെ വെച്ചാൽ എന്ത് ചെയ്തോളും, മെല്ലെ ആൾക്കാരിലേക്ക് എത്താം. ആൾക്കാരിലേക്ക് എത്താത്തതാണ് പ്രശ്നം, നിങ്ങൾ ഷെയർ ചെയ്താലല്ലേ എത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, തുടങ്ങാം. അപ്പോൾ കല്യാണത്തിലേക്ക് കിടക്കാം. എടാ, ഈ ഒരു അനുഭവം എന്തായാലും നിങ്ങൾക്ക് എത്തിയിട്ടുണ്ടാവും. നിങ്ങൾ ഏതെങ്കിലും ഒരു കല്യാണത്തിന് പോകുന്നു, അച്ഛൻ്റെ അമ്മേൻ്റെ കൂടെ പോകുമ്പോൾ എന്താണ്, അവിടെ ഏതെങ്കിലും ഒരു അമ്മായി വന്നിട്ട് മോനെ സുരേന്ദ്രൻ്റെ മോനല്ലേ, മോനെന്നെ അറിയാവോന്ന് ചോദിക്കും. നമ്മളെ മനസ്സിൽ ഇത് ഏതായി തള്ളാന്നായിരിക്കും ഉണ്ടാവും അല്ലേ. നമ്മൾ ചിലപ്പോൾ അവരെ ആദ്യമായിട്ട് കാണുമായിരിക്കും. അപ്പോൾ എന്താണ്, ഷടാ അടുത്ത കുടുംബമല്ലേ, നീ നമ്മളറിയണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ പേരൊക്കെ ഞാനാണ് ദേവയാനി മാമി എന്നൊക്കെ പറയും. ഓ ദേവയാനി എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മൾ അന്ന് കരുതും, അന്ന് പരിചയപ്പെട്ടു, ഓക്കെ റെഡിയായി സെറ്റായി. പിന്നെന്താണ്, ഒരു 3-4 മാസം കഴിഞ്ഞ് വേറൊരു കസിൻ്റെ കല്യാണത്തിന് പോകുമ്പോൾ ഈ സെയിം തള്ളല്ല, സെയിം ചേച്ചി വരും. മോനെ ഓർമ്മ ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ എന്താ, ഈ തള്ളേനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, അന്ന് പേര് പറഞ്ഞല്ലോ, മറന്നു അല്ലേ. ഈ അനുഭവം എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോടാ? ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. യെസ്, എന്തുകൊണ്ടായിരിക്കും, നിങ്ങൾ വെറുതെ നലിച്ച് എന്തുകൊണ്ടാണ് അവരെ പേര് നിങ്ങൾക്ക് ഓർമ്മിക്കാൻ പറ്റാതിരുന്നത്? ഇനി ഇതേ സംഭവം മറ്റൊരു രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ഒരു പക്ഷേ നിങ്ങളുടെ ട്യൂഷൻ സെൻറ്ററിലോ അല്ലെങ്കിൽ എന്താണ് നിങ്ങളെ ക്ലാസ്സിലോ പുതുതായിട്ടൊരു കുട്ടിയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ എന്താണ്, നമ്മൾ അവരുടെ പേരൊക്കെ പഠിക്കും. അല്ലെങ്കിൽ 8ാം ക്ലാസ്സിൽ നിങ്ങൾ എത്തിയ സമയത്ത് പല സ്കൂളിൽ നിന്നുള്ള കുട്ടികളൊക്കെ നിങ്ങൾ സ്കൂളുണ്ടെങ്കിൽ പരിചയമില്ലാത്ത കുട്ടികളുണ്ടാകുമ്പോൾ എന്താണ്, പേരൊക്കെ ചോദിക്കും. എന്താ മോളെ പേര്? എൻ്റെ പേര് അഞ്ജന, അല്ലെ മീനാക്ഷി, അല്ലെങ്കിൽ എന്താ ഫാത്തിമ, ഹിബ എന്നൊക്കെ പറഞ്ഞിട്ട് പേരുകൾ ഇങ്ങനെ പറയും. പിറ്റേ ദിവസം ഇവളെ കാണുമ്പോൾ പടച്ചോനെ ഇവളെ പേരെന്തായിരുന്നു, ഫാത്തിമ ഹിബയാണോ അതോ ഫിദയാണോ അതോ നിധയാണോ എന്നൊക്കെ തോന്നുന്നു. പക്ഷെ എന്താണ്, നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഡയറക്റ്റ് ചോദിക്കാൻ മടിയായിരിക്കും. ഇന്നലെ നമ്മൾ പേര് ചോദിച്ച സ്ഥിതിക്ക് പിന്നെ വേറെ ആരൊക്കെ ഉണ്ടെങ്കിലെങ്കിലും ചോദിക്കടാ, ഓളെ പേരെന്ന് ചോദിക്കടാന്ന് ചോദിക്കും. അല്ലെങ്കിൽ എന്താ, ചിലപ്പോൾ ടീച്ചർ ഫാത്തിമ ഹിബ, എടാ ഫാത്തിമ ഹിബയായിരുന്നു അല്ലേ. അങ്ങനെ എന്താണ്, ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെ പേരും നിങ്ങൾ പഠിക്കും. ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളുടെ എല്ലാവരുടെയും പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, അറിയുമെന്നോ അറിയില്ല എന്നുള്ളത്. കാരണം 100% ഉറപ്പായിരിക്കും അത് മിക്കവാറും നിങ്ങൾക്ക് അറിയുന്നുള്ളത് അല്ലേ. 2 ഇൻസിഡൻറ്റുകൾ, ഒരേ ഉദ്ദേശമാണ്, പേരുകൾ ഓർമ്മിക്കുക. ഒന്നാമത്തെ കേസിൽ നമുക്ക് ഓർമ്മിക്കാൻ പറ്റിയിട്ടില്ല, 2ാമത്തെ കേസിൽ മെല്ലെ നമ്മൾ ഓർമ്മിച്ചെടുക്കുന്നുണ്ട്. ഇതിൽ തന്നെ എന്തുണ്ട്, ഇതിൽ തന്നെ എന്തുകൊണ്ടാണ് പഠിച്ചത് മറന്നു പോകുന്നത് എന്നുള്ള ആൻസർ അതിലുണ്ട് അല്ലേ. അതായത് നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ അടുത്ത കുടുംബത്തിലെ അച്ഛൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കസിനായിട്ടുള്ള ദേവയാനി മാമീൻ എന്താണ് നമുക്ക് ഓർമ്മയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ മോളെ, അല്ലെങ്കിൽ എങ്ങനെയാ മോനെ ഫിസിക്സിലെയും മാത്സിലൊക്കെ ഇക്വേഷൻ നമുക്ക് ഓർമ്മ ഉണ്ടാവുക? മാത്സിൽ എന്താ എക്സ് തന്നിട്ട് എന്ന് കാണാനുള്ള ഇക്വേഷൻ എന്താ ചോദിച്ചാൽ ഇപ്പം തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ. ഓർമ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തട്ടോ അല്ലേ. അപ്പൊ എന്താ ചെയ്യേണ്ടത്, നിങ്ങളുടെ ക്ലാസ്സിൽ ആ പെൺകുട്ടിയുടെ ഹിബയുടെ പേര് നിങ്ങൾ ഓർത്തെടുത്തതുപോലെ എന്ത് ചെയ്യണം, മെല്ലെ ഓർത്തെടുക്കണം. അതിനുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഒരുപാട് ഷോർട്ട് കട്ടുകൾ, കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളെ ദേവയാനി മാമി തന്നെ ഇരിക്കട്ടെ. ദേവയാനി എന്നാണ് നിങ്ങളുടെ ക്ലാസ് ടീച്ചറെങ്കിൽ ഒരു പക്ഷെ എന്തായിരിക്കും, ആദ്യമായിട്ട് നിങ്ങൾ ആ മാമി പേര് പറയുമ്പോൾ അല്ലെ ആ ചേച്ചി പേര് പറയുമ്പം എന്താണ്, ഓ എൻ്റെ ക്ലാസ് ടീച്ചർ, അടുത്ത തവണ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും അല്ലേ. അതിന് നമ്മൾ പറയുന്നത് എന്താണ്, ന്യൂമോണിക്സ് എന്നൊക്കെ പറഞ്ഞ കുറേ ട്രിക്കുകളുണ്ട്. ആ ട്രിക്കുകൾ പറയാൻ വേണ്ടിയിട്ടുള്ള ഈ വീഡിയോ. പക്ഷേ ആ ട്രിക്കുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക, സാറേ എന്താണ് ഓർമ്മ ശക്തി വർദ്ധിപ്പിക്കാനുള്ള ട്രിക്കുകൾ വേണമെന്നുള്ള. അത് സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ഒരു 5 ട്രിക്കുകളെങ്കിലും ഞാൻ പറഞ്ഞുതരാം. ഇത് ഭയങ്കര ഇതാണ്, നമുക്ക് കണക്റ്റഡ്. ഇപ്പം ഒരാളെ പരിചയപ്പെടും, നമ്മൾ അനിയത്തിൻ്റെ പേരാണ്, പിന്നെ പേര് നമ്മൾ മറക്കൂല അല്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ പലതുമായിട്ട് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഓർമ്മശക്തി. അങ്ങനത്തെ ട്രിക്കുകൾ എന്ത് ചെയ്യാം, നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ പറയാം, ഞാൻ എന്തായാലും പറഞ്ഞു. പക്ഷേ ഇവിടെ ഞാൻ പറയുന്നത് റിവിഷൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. അതായത് നിങ്ങളുടെ ക്ലാസ്സിലെ ഹിബയുടെ പേര് നിങ്ങൾ എന്താ വീണ്ടും റിവൈസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്, നിങ്ങൾ ഓർത്തെടുത്തത് എന്നുള്ളതാണ് റിയാലിറ്റി. അതുപോലെ ആയിരിക്കണം മാത്സും ഫിസിക്സും സോഷ്യലും ബയോളജി എന്താണെങ്കിലും എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ മറന്നു പോകാതിരിക്കാൻ ചെയ്യേണ്ടത്. ഇത് വെറും റിവൈസ് അല്ല. എന്ത് റിവൈസാണ്, ആക്റ്റീവ് റീകോൾ. ഇതെന്ത് ചെയ്യണം, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അതായത് പിന്നെ പഠനം എളുപ്പമാക്കുന്ന, പഠനം എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരൊറ്റ
ട്രിക്ക് സാറേ പറഞ്ഞ ഒന്നേ പറയാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ 100%, ഞാൻ മാത്രമല്ല ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഏതൊരാളും 100% പറയുന്ന ട്രിക്കാണ് ആക്റ്റീവ് റീകോൾ. എന്താണ് ആക്റ്റീവ് റീകോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിക്കവാറും നമ്മളുടെ റിവിഷൻ, ഉദാഹരണത്തിന് നിങ്ങൾ ഈ ഓണപരീക്ഷയുടെ അന്ന് രാവിലെ നിങ്ങൾക്ക് ഇത് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. 9ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇത് സംഭവിച്ചിട്ടുണ്ട്. അന്ന് രാവിലെ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ വേഗം പരീക്ഷ ആൾ കയറുന്നതിന് ആ ബുക്കൊക്കെ ഇങ്ങനെ വേഗം വേഗം എന്ന് പറഞ്ഞ് മറിച്ച് നോക്കിപ്പോവും. എന്നിട്ടെന്താണ്, നിങ്ങൾ പരീക്ഷ ആളെത്തുന്നു, നമ്മളിപ്പം നോക്കിയ സെയിം ചോദ്യം നമുക്ക് പരീക്ഷ ആളിൽ കിട്ടും, പക്ഷെ ഉത്തരം ഓർമ്മയുണ്ടാവില്ല. പിന്നെ എൻ്റെ പള്ളി ഇപ്പം കയറുമ്പം നോക്കിയതേ ഉള്ളൂ, അതെന്ത് ഓർമ്മ കിട്ടാത്ത അല്ലേ? നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടില്ലേ? അപ്പം അങ്ങനെയുള്ള റിവിഷന് പറയുന്ന പേര് പാസീവ് റിവിഷൻ. അതെന്താണ്, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അത് വർക്ക് ചെയ്യാറില്ല സാധാരണ. നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് നോക്കിയ കാര്യം പോലും നിങ്ങൾക്ക് ഓർമ്മ കിട്ടില്ല, പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ പേര്, ഹിബയുടെ പേര് എങ്ങനെയാണോ ഓർത്തെടുത്തത് അതുപോലെയാണ് നിങ്ങൾ റിവൈസ് ചെയ്യേണ്ടത്. അതായത് ഒരിക്കൽ പഠിച്ച കാര്യം, ഇപ്പോൾ ഉദാഹരണത്തിന് എന്താണ്, ഇന്ന് നമ്മൾ റിജിസ്റ്റർ കെമിസ്ട്രി ക്ലാസ് ഉണ്ട്, അതിൽ ഒരുപാട് ഇക്വേഷൻസ്, ഒരുപാട് ഫോർമുലകൾ, മറ്റേ ആ സാധനം കാണാനുള്ള ഫോർമുല, നമ്പർ ഓഫ് മോളിക്യൂൾസ് ഒക്കെ കാണാനുള്ള ഫോർമുലയൊക്കെ നിങ്ങൾ പഠിക്കും. അപ്പോൾ ഇന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആ ബുക്ക് ഇങ്ങനെ മറിച്ച് നോക്കല്ല. നാളെ നിങ്ങൾ റിവൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ആ ബുക്ക് മടക്കി വെച്ചിട്ട് എന്തൊക്കെയായിരുന്നു റിജിസ്റ്റർ പഠിപ്പിച്ചത്. ആദ്യം ബോയിൽസ് ലോ, ചാൾസ് ലോ, അവോഗ്രാഡോസ് ലോ. എന്നിട്ട് എന്തായിരുന്നു ബോയിൽസ് ലോ ഓർത്ത് നോക്കുക. എനിക്കറിയില്ല കേട്ടോ, എനിക്കിപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല. ഞാൻ എന്താണ് ആക്റ്റീവ് റീകോൾ പണ്ട് ചെയ്തത്, ഇപ്പോൾ കുറേ കാലമായിട്ട് ചെയ്യുന്നില്ലല്ലോ. ബോയിൽസ് ലോ ഞാൻ പറഞ്ഞ് പറ്റിക്കുന്നില്ല, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. എന്താ പറയുക, ഇത്രയും ബോയിൽസ് ലോ പോലെ അറിയാത്ത ആളാണ് നമ്മളിവിടെ പഠിപ്പിക്കാൻ നിൽക്കുന്നത്, നിങ്ങൾ കരുതണ്ടെന്ന് വെച്ചാൽ. അപ്പോൾ എന്ത് ചെയ്യും, അതാണ് അതിൻ്റെ എക്സാമ്പിൾ എന്തായിരുന്നു, ഓർത്തെടുക്കുന്നത്. അറിയില്ലെങ്കിൽ മാത്രം നോട്ട്ബുക്കിലൊക്കെ എങ്ങനെ നിങ്ങളെ ഫ്രണ്ടിൻ്റെ പേര് ചോദിക്കാൻ വേണ്ടിയായിട്ട് നിങ്ങൾ നിങ്ങളെ ഫ്രണ്ടിനോട് ചോദിച്ചൊന്നും കൂടെ ചോദിപ്പിച്ചില്ലേ, അതേപോലെ എന്ത് ചെയ്യുക, അന്നേരം മാത്രം ഓർത്തെടുക്കുക. ഹേടാ ഹിബയായിരുന്നുല്ലേ എന്ന് അതേപോലത്തെ സാധനം. ഇതാണ് എക്സാമ്പിൾ. ബലൂണ് വീർപ്പിക്കുന്നതാണ് എക്സാമ്പിൾ, അല്ലെ ബലൂണ് വെയിലത്ത് വെച്ചാൽ പൊട്ടുന്നതാണ് അതിൻ്റെ എക്സാമ്പിൾ. ചാൾസ് ലോയുടെ എക്സാമ്പിൾ. അത് കറക്റ്റ് അല്ലടാ, ചാൾസ് ലോയുടെ എക്സാമ്പിൾ എന്നുള്ളതാണ് ഓർത്തെടുക്കാൻ പറ്റണം. അങ്ങനെ നിങ്ങൾ ഓർത്തെടുക്കുകയാണെങ്കിൽ മെല്ലെ മെല്ലെ എന്ത് ചെയ്യും, അത് മറന്നു പോകാതിരിക്കും. ആൻഡ് ഞാൻ നിങ്ങളോട് 100% പറയണം, അതായത് സംഭവം നിങ്ങൾ ഈ ഓണപരീക്ഷയ്ക്ക് നന്നായി പഠിക്കുന്നു, മാർക്ക് വാങ്ങുന്നു, പക്ഷെ എന്താണ്, പരീക്ഷ കഴിയുന്നതോ അതൊക്കെ മറന്നു വീണ്ടും ഒന്നും കൂടെ പഠിക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ എന്ത് നഷ്ടക്കച്ചവടമാണ് അത്. അതേ സ്ഥാനത്ത് എന്ത് ചെയ്യണം, നിങ്ങളുടെ പഠനത്തിൻ്റെ ഷെഡ്യൂളിൽ മിനിമം എന്ത് ചെയ്യണം, ഒരു 15 to 20 മിനിറ്റെങ്കിലും നിങ്ങൾ റിവിഷന് വേണ്ടിയിട്ട് കൊടുക്കണം. ഏതെങ്കിലും ഒരു സമയത്ത് രാവിലെ എഴുന്നേറ്റിട്ട് ഒന്ന് റിവൈസ് ചെയ്യാം. അതെങ്ങനെ കറക്റ്റ് ടെക്നിക്കുകളൊക്കെ വേണമെങ്കിൽ ഇനിയും ഞാൻ വീഡിയോസിലൊക്കെ പറഞ്ഞു തരാം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ആഴ്ച പഠിച്ച ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ഓർത്തെടുക്കുക. ബുക്ക് അടച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ ബുക്ക് നോക്കാതെ റിവൈസ് ചെയ്യാൻ എന്ത് ചെയ്യുക, നിങ്ങൾ ശ്രമിക്കുക. ഈവൻ തലേന്ന് പഠിച്ചത് പിറ്റേന്ന് റിവൈസ് ചെയ്താലും കുഴപ്പമില്ല. ആൻഡ് ഐഡിയൽ എന്താ വെച്ചാൽ, ഇന്ന് പഠിച്ചത് നാളെ ഒന്ന് റിവൈസ് ചെയ്യണം, പിന്നെ 3 ദിവസത്തിന് റിവൈസ് ചെയ്യണം, പിന്നെ 10 ദിവസത്തിന് ശേഷം റിവൈസ് ചെയ്യണം, പിന്നെ 1 മാസത്തിന് ശേഷം റിവൈസ് ചെയ്യണം. അങ്ങനെ ഈ ആക്റ്റീവ് റീകോൾ ചെയ്താൽ നിങ്ങൾ SSLC എക്സാം ആകുമ്പോഴത്തേക്ക് ഒരു കാര്യവും നിങ്ങളോട് മറന്നൂല. എല്ലാം എന്താണ്, നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവും. കാര്യം മനസ്സിലായില്ലേ? നമ്മൾ നാഷണൽ ആന്തൊക്കെ പഠിച്ചില്ലടാ, കേട്ടില്ലേ, ഓർത്തെടുത്ത് പഠിച്ചിട്ട് എന്ത് കോംപ്ലിക്കേറ്റഡാ ഇതിൻ്റെ ലൈഫ്. പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാത്ത, ദ്രാവിഡ, ഉഗ്ഗല, ബംഗാൾ അല്ലേ. അപ്പോൾ അതൊക്കെ പഠിച്ചത് ഈ സാധനം, ഈ ടെക്നിക്കാണ് നമ്മൾ എടുക്കുന്നത്. സോ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് മാത്രമാണ് ഇതിൻ്റെ ഒരു പോം വഴി. ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് നിർത്താം. റിവിഷൻ ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്, എങ്ങനെ റിവൈസ് ചെയ്യണമെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട. പഠിക്കുന്ന പാഠത്തിൽ നിന്നും റാൻഡമായിട്ടൊരു 10 ക്വസ്റ്റ്യൻ എന്ത് ചെയ്താൽ മതി, ഒന്നങ്ങ് ചെയ്ത് നോക്കിയാൽ മതി. ചോദ്യത്തിൻ്റെ ഉത്തരം 10 or 5 ചോദ്യം ചെയ്ത് നോക്കിയാൽ മതി. അരിത്തമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണിയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഒരു 5 ചോദ്യം റാൻഡമായിട്ട് അതിൽ എടുത്ത് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനോ ക്ലാസ്സിൽ ചെയ്തതോ സാമ്പിൾ പേപ്പറിനോ കഴിഞ്ഞ കൊല്ലത്തെ ക്വസ്റ്റ്യൻ എന്തെന്നാണെങ്കിലും എന്ത് ചെയ്യുക, ഒരു 5 ചോദ്യം ചെയ്യുക. കിട്ടാത്ത ഉത്തരം എന്ത് ചെയ്യുക, നോട്ടൊക്കെ നോക്കി തപ്പി, ഇത് അതായിരുന്നില്ലേ ഇക്വേഷൻ. അത്രയേ വേണ്ടൂ. ഇങ്ങനെ ചെയ്യാൽ മാത്രമാണ് എന്തുള്ളത്, നിങ്ങൾക്ക് പഠിച്ചത് മറന്നു പോകാതിരിക്കാനുള്ള വഴി. അല്ലെങ്കിൽ നമ്മളെ ആ മാമീൻ്റെ പേര് മറന്നുവല്ലോട്ടോ, ദേവയാനി മാമി. എങ്ങനെയാണ് എനിക്ക് ഓർമ്മ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേവയാനി എന്ന് പറഞ്ഞ് പണ്ടൊരു സിനിമ നടി ഉണ്ടായിരുന്നു, തമിഴിലെ നടിയാണ്, എനിക്കത് ഓർമ്മയാണ്. അപ്പോൾ ആ ഒരു കണക്ഷനാണ് എന്ത് വേണ്ടത്, ഞാൻ പറഞ്ഞ ട്രിക്കുകൾ. അങ്ങനത്തെ ട്രിക്കുകൾ വേണമെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. വീഡിയോ നല്ല രസമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ക്ലാസ് ഗ്രൂപ്പിലിടും, വാട്സാപ്പിലൊക്കെ സ്റ്റാറ്റസൊക്കെ കേട്ടോ. അപ്പം ശരി.